വിളപ്പായ മണികണ്ഠനെ വാർത്തെടുത്തത് കുറ്റിമുക്ക് ഉണ്ണിയേട്ടനാണെന്ന് പറയുന്നത്. എന്താണ് അങ്ങനെ ചോദിക്കുന്നത് തെറ്റുള്ളത്? ആ സ്നേഹമാണ്. എൻ്റെ മകൻ്റെ പേര് ദേവദേവൻ എന്നാണ്. എൻ്റെ മകനെ ഞങ്ങൾ വീട്ടിൽ വിളിക്കുക, ഉണ്ണിയെന്ന് വിളിക്കുക. കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവും. ആ സ്നേഹത്തിന്റെ പുറത്ത് ഒരു തർക്കം വേണ്ട. എന്നുവെച്ചാൽ ഞാൻ എല്ലാം പറയാറ് നമ്മുടെയാന്ന് പറയാറ്. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ. അത് നമുക്ക് ഭയങ്കര ഫീലിംഗ് ഉണ്ട്. ഞാൻ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയും ചെറുപ്പത്തിൽ നമ്മൾ ആനകളുമായിട്ട് ബന്ധപ്പെട്ട് തിരുവമ്പാടി, പാറമേക്കാവ്, ചങ്ങരകുളങ്ങര ഇങ്ങനെ കണക്ട് ചെയ്ത് വന്നു. ആദ്യമായിട്ട് നമുക്ക് നോക്കാനാണെങ്കിലും ശരി, സ്വന്തമായിട്ടാണെങ്കിലും ശരി, നമുക്ക് ആദ്യമായിട്ടൊരു ആന വരുന്നത് ഏതാനയാണ്? ആരാണ് നമുക്കിപ്പം ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട് മണിയേട്ടൻ, ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർ. എൻ്റെ ആന ജീവിതവും ആനയല്ലാത്ത ജീവിതവും ഒക്കെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലെ ഒരേ ഒരാളുള്ളൂ. ആളുടെ പേര് ഉണ്ണി കുറ്റിമുക്ക് എന്നാണ്. നിങ്ങളിന്ന് കാണുന്ന ഉല്ലൂക്കര ജയറാമിൻ്റെ ഉടമസ്ഥനായിരുന്ന ഉണ്ണിമാമൻ എന്ന് പറയുന്ന ആളുടെ മരുമകനാണ്. അദ്ദേഹത്തിന്റെ പേര് ഉണ്ണിയേട്ടനെ ഞാൻ ആദ്യമായി കാണുന്നത് എനിക്കിപ്പോഴും നിറമുള്ള ഓർമ്മ. ഞാൻ ആ ഓർമ്മയിലേക്ക് മടങ്ങിപ്പോയി. ഞാൻ തൃശ്ശൂര് ജയ്ഹിന്ദ് മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ധന്യ ഹാൻഡ്ലൂംസ് ആൻഡ് റെഡിമെയ്ഡ്സ് എന്ന് പറഞ്ഞ വലിയൊരു ഹോൾസെയിൽ തുണിക്കടയിലെ ചുമടേറ്റ് സെയിൽസ്, കഥ, തിരക്ക, സംഭാഷണം എല്ലാ ജോലിയും ചെയ്തിരുന്ന ഒരാളാണ്. ചെറിയ പയ്യനായിട്ട് അവിടെ നിന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ആ കട അടച്ചു കഴിഞ്ഞാൽ ഈ പച്ചക്കറി കടയിൽ വൈകുന്നേരങ്ങളിൽ വൈകിട്ട് ജോലിക്ക് നിന്നിരുന്നത്. പിന്നീട് മുഴുവൻ സമയം പച്ചക്കറി കടയിൽ പണിക്ക് നിന്നിട്ടുണ്ട്. അപ്പോൾ ചായ കുടിക്കാൻ 20 രൂപ തരും. അപ്പോൾ ആ 20 രൂപയ്ക്ക് ചായ കുടിക്കില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഭയങ്കര വിശപ്പായിരിക്കും. ആ കടയിലെ ജോലി എന്ന് പറഞ്ഞാൽ അത്രയും കഷ്ടപ്പാട് ജോലി. പക്ഷെ ഞാൻ കഴിക്കില്ല. ഞാൻ തൃശ്ശൂർ അതിപ്രശസ്തമായൊരു ഹോട്ടൽ രാധാകൃഷ്ണ കോഫി ക്ലബ്ബ് എന്ന് പറയും, അതിൻ്റെ തൊട്ടപ്പുറത്ത് വന്ന് ഒരു 5 ലഡ്ഡു മേടിച്ചിട്ട് ഈ തിരുവമ്പാടിയിലെ ഏതെങ്കിലും ഒരു ആന ഒരേ സമയം തിരുവമ്പാടി ശിവയെ എടുക്കാൻ അവിടെ ഉണ്ടാവുമ്പോൾ ഈ മാരാത്ത പറമ്പിൽ നിന്ന് ആനകൾ വന്നു കഴിഞ്ഞാൽ കാണാതിരിക്കാൻ പറ്റില്ല. നമുക്ക് ഭയങ്കര ബോണ്ടാണേ. അപ്പോൾ ഓടി വരും. അപ്പോൾ ഈ പാൻറ് മുട്ടോളം മടക്കി വെച്ച് ഓടി ചെല്ലും. അതായത് ഈ ജയ്ഹിന്ദ് മാർക്കറ്റിൽ നിന്ന് തൃശ്ശൂർ നടുവിലാൽ എന്ന് പറയും CMS സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഓടിച്ചെന്ന് അപ്പോൾ തിരുവമ്പാടി ഉണ്ണികൃഷ്ണൻ അല്ലെങ്കിൽ ഭദ്രൻ വളരെ കുറവാന്ന് വന്നിട്ടുള്ളൂ. ഉണ്ണികൃഷ്ണനെ കൂടെ നിൽക്കാം. ഓടിച്ചെന്ന് ഇതിന് ഒന്ന് കെട്ടിപ്പിടിക്കും, ഒരു ഉമ്മ വയ്ക്കും. എന്നിട്ട് ഈ ലഡു വായിൽ കൊടുക്കും, ഓടിപ്പോവും. ആനയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വിളിച്ചു ചൊല്ലി പോകണമെന്നൊക്കെ പറയാം. ഇവിടെ വിളിച്ചു ചൊല്ലാൻ നേരമില്ല. അങ്ങനെ പോകുമ്പോൾ ഉണ്ണിയേട്ടൻ തൊട്ടപ്പുറത്ത് തിരുവമ്പാടി ദേവസ്വം ബിൽഡിങ്ങിൻ്റെ അവിടെ ഉണ്ണിയേട്ടൻ വൈകുന്നേരങ്ങൾ അവരുടെ സുഹൃത്ത് ടീമുകളുണ്ട്. ഡേവിസ് ചേട്ടൻ, ഈ ആനന്ദ് വാര്യരുടെ ഫാദർ ഗോപിയേട്ടൻ, പിന്നെ ടയർ കടലത്തെ ഒരു ചേട്ടൻ. ആ ചേട്ടൻ്റെ പേര് എനിക്ക് കൃത്യം അറിയില്ല. അന്നും ഞാൻ അദ്ദേഹമായിട്ട് അങ്ങനെ അടുപ്പില്ലായിരുന്നു. അപ്പോൾ ഇവര് എല്ലാവരും അവിടെ ഉണ്ടാവും. അപ്പോൾ ഉണ്ണിയേട്ടൻ ഡേവിസ് ചേട്ടൻ പറഞ്ഞു, മെൻ്റലി ഡിസോർഡർ ആയിട്ട് പയ്യനാന്ന് തോന്നുന്നു, ഭ്രാന്തചക്കനാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ പേൻറ് മുട്ടോളം മടക്കി വെക്കണം, ഓടി വരുന്നു. പിന്നെ ഒരു അവസ്ഥയൊക്കെ ഷർട്ടൊക്കെ ഒരു ബഹുലൂസായ ഷർട്ടൊക്കെയാണ്. എന്താ വെച്ചാൽ സാഹചര്യം ആണെന്ന്. അപ്പം അത് ഞാനത് ഓർത്ത് തന്നെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ മോശമല്ല വെച്ചാൽ ഞാൻ അങ്ങനെ കൃത്യം പറഞ്ഞ് സത്യാവസ്ഥയായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ വിശന്ന് വയറുന്തി കഷ്ടപ്പെട്ട് നിൽക്കളി ഞാൻ ആ ഭക്ഷണം കഴിക്കില്ല എന്ന് വെച്ചാൽ ഈ ആനോടുള്ള സ്നേഹം കൊണ്ടേ അങ്ങനെ പിടിച്ചു നിൽക്കും. അപ്പോൾ വിശപ്പിന് തരണം ചെയ്യുക എങ്ങനെയാ വെച്ചാൽ അത് കഴിഞ്ഞ് ഈ തുണിക്കട അടച്ച് വൈകുന്നേരം ഈ സുഭാഷ് ഏട്ടൻ്റെ കൂടെ പച്ചക്കറി ഒതുക്കാൻ നിന്ന് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ അദ്ദേഹം തൃശ്ശൂർ ഷൊർണൂർ റോട്ടിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചു തരും. അപ്പോൾ വിശപ്പ് ഒരു 9:30 ഒരു 10:15 വരെ നിൽക്കണം എന്നുള്ളൂ. എന്നാലും അപ്പോൾ ഈ ആനയ്ക്ക് ഈ 4 ലഡ്ഡു കൊടുത്ത് പോകുമ്പോൾ ഉണ്ണിയേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഡേവിസ് ഏട്ടൻ പറഞ്ഞു, അത് ഇങ്ങനെ മാരാത്ത പറമ്പൻ്റെ അപ്പുറത്തുള്ള പയ്യനാണ്, അവനെ പേര് മണികണ്ഠനാണ്, മണിയെന്ന് വിളിക്കുക അവനെ. അവിടുത്തെ ഒരു അവൻ്റെ അച്ഛനൊക്കെ എനിക്ക് അടുത്തറിയാം, ആനോടുള്ള സ്നേഹം കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഉണ്ണിയേട്ടൻ എന്നെ ആദ്യമായി കാണുന്നത്, പരിചയപ്പെടുന്നത്. ആ വർഷം എനിക്ക് കൃത്യം പറയാൻ പറ്റും, ഒരു 98 കാലഘട്ടത്തിലും. വർഷം എത്ര വർഷം പഴക്കമുണ്ടെന്ന് കണക്കൂട്ടിക്കോളും. 98ആണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അത്ര ഭയങ്കര ബന്ധമില്ല, അങ്ങനെ കണ്ടാൽ ചിരിക്കും. ഉണ്ണിയേട്ടൻ ആ കാലഘട്ടത്തിൽ സ്കൂട്ടറുണ്ട്, ഉണ്ണിയേട്ടൻ സ്കൂട്ടറിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കറങ്ങും. ഉണ്ണിയേട്ടൻ തൃശ്ശൂർ ഒരു ബിൽഡറാണ്. കുറേശ്ശെ ഉണ്ണിയേട്ടൻ വലുതായി വരുന്നൊരു കാലഘട്ടമാണ്. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഡീപ്പ് സൗഹൃദം വന്നത് ഒരു 2005 കാലഘട്ടത്തിലാണ്. ശങ്കരൻകുളങ്ങര അമ്പലത്തിൽ ഞാൻ മണികണ്ഠനാനെ കാണാൻ വേണ്ടി പോയിരിക്കും. ഇവിടെ മണികണ്ഠനെ വാർത്തെടുത്തത് കുറ്റിമുക്ക് ഉണ്ണിയേട്ടനാണെന്ന് പറയാൻ പറ്റുമോ? എന്താണ് അങ്ങനെ ചോദിക്കുന്നത് തെറ്റുള്ളത്? അതൊന്നും അങ്ങനെ പറയണേൽ അല്ല എന്ന് പറയേണ്ട കാര്യമില്ല. അതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞത്, എന്നെ കാണാൻ ഒരുപാട് സുഹൃത്തു കുട്ടികൾ വരാറുണ്ട്. എന്നെ കാണാൻ ആര് വന്നാലും ഞാൻ അവരെ മാറ്റി നിർത്താറില്ല. അതിൻ്റെ കാരണക്കാരൻ ആരാ? കുറ്റിമുക്ക് ഉണ്ണിയേട്ടൻ. ഉണ്ണിയേട്ടൻ ആരും മാറ്റി നിർത്താറില്ല. ഉണ്ണിയേട്ടൻ്റെ സഞ്ചാരത്തിൽ മുഴുവൻ ഞാൻ കൂടി ഉണ്ടായിരുന്നു. എനിക്ക് എപ്പോൾ പറഞ്ഞാലും എനിക്കത് ഫീലിംഗ് ആണ്. ഉണ്ണിയേട്ടൻ ജീവനോട് ഇരിക്കുന്ന ആൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ദുഃഖം.
എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുടെ സഞ്ചാരത്തിൽ ആളും ഞാനും ആൾക്കൊരു മാനേജർ ഉണ്ണി എന്ന് പറഞ്ഞ ആളുണ്ട്. ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്രകൾ മൊത്തം ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. ഞാനും ഉണ്ണിയേട്ടനും ഫുൾ ടൈം വർഷങ്ങളോളം ഒരുമിച്ച് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിരുന്നത്. നമ്മളെ ഭക്ഷണം കഴിക്കാനൊക്കെ ഒരാൾ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ, നമ്മളെ ഒരാൾ കാത്തിരിക്കണമെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമല്ലേ. അപ്പോൾ ഞാൻ മാർക്കറ്റിലെ ജോലി കഴിഞ്ഞ് വന്ന ഉണ്ണിയേട്ടൻ്റെ ഫ്ലാറ്റിൽ, സത്യം എന്നാണ് ആ ഫ്ലാറ്റിൻ്റെ പേര്. അപ്പോൾ അവിടെ വന്ന ഉണ്ണിയേട്ടൻ പറയും, ഒന്ന് കുറച്ച് നേരം കിടന്നുറങ്ങുള്ളൂതാന്ന് പറയും. ഭയങ്കര സ്നേഹമായിരുന്നു. ഇപ്പോഴും ആ സ്നേഹത്തിന് കുറവില്ല. ആ സ്നേഹമാണ് എൻ്റെ മകൻ്റെ പേര് ദേവദേവൻ എന്നാണ്. എൻ്റെ മകനെ ഞങ്ങൾ വീട്ടിൽ വിളിക്കുക ഉണ്ണിയെന്ന് വിളിക്കുക. കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവും. ആ സ്നേഹത്തിൻ്റെ പുറത്ത് ഒരു തർക്കം വേണ്ട, ഒരു സംശയം വേണ്ട, ഉണ്ണിക്കണ്ണെന്ന് വിളിക്കുക. അതിൽ ഉണ്ണി ഞാൻ ഇയാളോട് ഇഷ്ടം കൊണ്ട് വിളിക്കണതാ. ഒന്നും ആളിൽ നിന്ന് അവിഹിതമായിട്ട് ഞാൻ പറ്റിച്ചു പഠിച്ചിട്ടൊന്നുമില്ല, എനിക്കൊന്നും തന്നിട്ടില്ല, ഞാൻ മേടിച്ചിട്ടില്ല. സഹായങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ കാണുന്ന മാവേലിക്കരയിലുള്ള വാഴുവാടി ശ്രീകണ്ഠൻ എന്ന് പറയുന്ന ആന ഉണ്ണിയേട്ടനും ഉണ്ണിയേട്ടൻ്റെ സുഹൃത്ത് കെ ഗിരീഷ് കുമാർ, കടമ്പാട്ട് ഗണപതിയുടെ ഉടമസ്ഥൻ, വടക്കാഞ്ചേരി കീരങ്ങാട്ട് തമ്പര, ഇവർ 3 പേര് സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ ഇവർക്ക് സെപ്പറേറ്റ് 3 പേർക്ക് ആനകളുണ്ട്. പക്ഷേ എങ്കിൽ അവരുടെ സൗഹൃദം നിലനിർത്താൻ ഒരു കൂട്ടായ്മയ്ക്ക് വാങ്ങിച്ചെടുത്ത ആനയാണ് ഈ ആന. അപ്പോൾ ആനക്കുട്ടിയ സമയത്ത് കുറേശ്ശെ കൈവിടലൊക്കെ വന്നപ്പോൾ തമ്പരാൻ പറഞ്ഞു, എനിക്ക് അതിന് പിന്നിൽ നടക്കാൻ പറ്റുന്നില്ല, പ്രായത്തിൻ്റെ വ്യത്യാസം. തമ്പരാനൊക്കെ നല്ല കാലത്ത് നല്ല നല്ല കളി കളിച്ചിട്ടുള്ള ആളാണ്. എന്നെ വേഗം വിളിച്ചിട്ട് വരാൻ പറഞ്ഞു ഉണ്ണിയേട്ടൻ. ഞാൻ എവിടെയാന്ന് വെച്ചപ്പോൾ ഞാൻ വളപ്പായിലാണ്. ഒന്ന് വേഗം ഫ്ലാറ്റിലേക്ക്, സത്യം എന്നാണ് അതിൻ്റെ പേര്, സത്യത്തിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. സത്യം എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ. ഞാനവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, മഹാവിഷ്ണു എന്ന് വിളിക്കുക, അങ്ങനെ ആനക്കുട്ടീനെ നമുക്ക് 3 ആൾക്കും ആനകൾ വേറെ ഉണ്ട്, താൻ തന്നെ നോക്കണേ, തമ്പരാനെ അതിൻ്റെ പുറകിൽ നടക്കാൻ പറ്റുന്നില്ല, താൻ അത് എടുത്തോളാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാനാന്ന് ചോദിച്ചത്. ഞാനാ എന്ന് ചോദിച്ചത്, എനിക്ക് എന്നെ പറ്റി നല്ല ബോധ്യമുണ്ട്. നമുക്ക് നമ്മളെ പറ്റി ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് കുറേ നോടെ പറയുന്നതിനൊക്കെ കുറവ് വരും. അപ്പോൾ എന്നോട് ഉണ്ണിയേട്ടൻ എന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് 2 പേർക്കും പൈസ തന്നിട്ട് കഷ്ടപ്പെട്ട് വിഷമിക്കണ്ട. ഞങ്ങൾ 2 പേരൊന്നും ഉദ്ദേശിക്കുന്നത്, ഒന്ന് ഉണ്ണിയേട്ടനും ഒന്ന് ഗിരിയേട്ടനും. ഗിരിയേട്ടൻ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിയാണ്. അപ്പോൾ അവരൊന്നും മറന്നുകൊണ്ടേക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അത് പറയണമല്ലോ. ഞാൻ പ്രശാന്തേട്ടനായിട്ട് ഇപ്പുറത്തെ വഴിയിലൂടെ അങ്ങനെ പോകുന്നുണ്ടായിരുന്നെങ്കിലും അതിനൊക്കെ മുൻപ് ഉണ്ണിയേട്ടനായിട്ട് ഡീലിംഗ് ഉണ്ടായിരുന്നു. ഉണ്ണിയേട്ടൻ പറഞ്ഞു, ആനേനെ എടുത്തോ, കുറേശ്ശെ തനിക്കത് കൊണ്ടുനടക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുനടക്കാൻ പറ്റുമായിരുന്നു എനിക്ക്. അതിങ്ങനെ മാവേലിക്കര വഴിപാടി കണ്ണനെ പിന്നീട് അത് നൽകുകയുണ്ടായത്. എനിക്ക് ആനയൊന്നും കനമായിരുന്നില്ല. ഓഫർ നമ്മൾ നിസ്സാരമായിട്ട് ഞാൻ എടുത്തു. ആന എനിക്ക് തന്നവര് എനിക്ക് തന്നിട്ട് എന്നിലൂടെയാണ് അങ്ങോട്ട് കൊടുത്തത്. എനിക്കത് കയ്യിൽ നിർത്തി. എനിക്ക് എൻ്റെ ഒരു ആത്മവിശ്വാസം എന്താ വെച്ചാൽ, എത്ര മോശപ്പെട്ടത് എൻ്റെ കയ്യിൽ കിട്ടിയാലും എനിക്ക് നന്നാക്കാമെന്നും നന്നായി കൊണ്ടുനടക്കാമെന്നും എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. എൻ്റെ കയ്യിൽ നിന്നിട്ടുള്ള പല ആനകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാം. ഞാൻ പരിശ്രമിക്കും. ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല, നാളെ പരാജയപ്പെട്ട മാർഗ്ഗമൊന്നുമില്ല, അത് പ്രകൃതിയുടെ നിയമമാണെന്ന് ഞാൻ അവിടെ വിചാരിക്കും. ഞാൻ പരിശ്രമിക്കും. ഞാൻ അതൊക്കെ കൈവിട്ട് പോയി. പക്ഷെ അങ്ങനെ ഉണ്ണിയേട്ടൻ ഒരുപാട് കൊണ്ടുവരുന്നുണ്ട്. ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയാം. കൂടൽമാണിക്യ അമ്പലത്തിൽ വർഷങ്ങൾക്ക് മുൻപ് പോപ്സൻ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ആനയടഞ്ഞ കഥ താൻ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ ആനയടഞ്ഞ സമയത്ത് എന്നെ വിളിച്ചു. അപ്പോൾ എനിക്കാണെങ്കിൽ അങ്ങനെയൊക്കെ വിളിച്ചായിട്ട് ഓടിച്ചല്ലാതെ നമ്മുടെ ഒരു പ്രായത്തിൻ്റെ തിളപ്പുകൊണ്ടായിരിക്കാം, പിന്നെ പരിശ്രമിക്കണം. ഞാൻ ഉണ്ണിയേട്ടനും കൂടിയാണ് പോയത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആംബുലൻസിൽ പോയിക്കോളാം, അതായത് സ്ക്വാഡ് വണ്ടിയിൽ പോയിക്കോളാമെന്ന് പറഞ്ഞു. ഉണ്ണിയേട്ടൻ പറഞ്ഞു, പോണ്ട താൻ എൻ്റെ കൂടെ വന്നായിരുന്നു പറഞ്ഞു. ഉണ്ണിയേട്ടന് തൃശ്ശൂരിൽ നിന്ന് ഇരിങ്ങാലക്കുട വരെ ബൈക്കിൽ തന്നെ കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ലെന്നും. ഉണ്ണിയേട്ടൻ ഒരു ജോലി ആയിരിക്കുന്ന ആളല്ല. ഉണ്ണിയേട്ടൻ ആ കാലഘട്ടത്തിലേക്ക് 1000 പണിക്കാരുണ്ട്, 1000 ജോലിക്കാരുണ്ട് ഉണ്ണിയേട്ടൻ. അപ്പോൾ ആളെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങളവിടെ ബൈക്കിൽ കൂടുതൽ മണിക്ക് ചെന്നപ്പോൾ പുറത്തൊക്കെ അങ്ങനെ തീയിട്ടുണ്ട്, ആന പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ. ഞാൻ ഉള്ളിലേക്ക് കിടന്നു. അപ്പം ഞാനൊക്കെ കുറേശ്ശെ നല്ല നല്ല വസ്ത്രങ്ങളും ചെരുപ്പൊക്കെ തുടങ്ങിയ കാലം, അപ്പം പുതിയ ചെരുപ്പായിരുന്നു. അപ്പം ഞാൻ ഉണ്ണിയേട്ടനോട് ഞങ്ങൾക്ക് അങ്ങനെ ഇടപെടാവുന്ന ഒരു ആത്മബന്ധം എനിക്ക് ഉണ്ണിയേട്ടനോട് ഉണ്ടായിരുന്നു. ഞാൻ ഈ ചെരുപ്പൂരി കൊടുത്തിട്ട് പറഞ്ഞു, ചെരുപ്പ് തിരിച്ചു വന്നോളൂ, ഇവിടെ പുറത്ത് വെച്ച പൂട്ടാന്ന് ഉണ്ണിയേട്ടനോട് നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കൊടുത്ത് കാര്യത്തിൽ ചെയ്യേണ്ടത് കുഞ്ഞൊരു ചെയ്യേണ്ടത് ചെയ്യുന്ന ഒരു അളയിൽ കൊടുത്തു. ഉള്ളി കയറി പുറത്തേക്ക് ഉണ്ണിയേട്ടനോട് പറഞ്ഞു, ഞാൻ മരിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് എന്നെയാണ് ആന ചെയ്തതെന്ന് പറഞ്ഞു. എന്നെ ആയിരുന്നില്ല, അതൊരു അന്നമ്മയുടെ ആനയുടെ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു, നിതിൻ എന്ന് പറഞ്ഞ സുഹൃത്തിനായിരുന്നു. ആന അതിനുള്ള ഒരുപാട് വിളയാടി, 2-3 പേരൊക്കെ മരണപ്പെട്ടു. ആനയെ പിടിച്ചത് ഞങ്ങളൊന്നല്ല, അതിൻ്റെ പാപ്പാൻ പ്രകാശ് എന്ന് പറഞ്ഞ ആൾ തന്നെയാണ് അതിനെ പിടിച്ചത്. പിടിച്ചിങ്ങനെ നിന്നു ആൾ. ബാക്കി ബന്ധുസാക്കളൊക്കെ ഞാനും മുച്ചീരികണ്ണനെ കൂടി സഹായിക്കുകയൊക്കെ ചെയ്തത്. ഞാൻ തിരിച്ചു വരുമ്പോൾ ഉണ്ണിയേട്ടൻ ആകെ അങ്ങനെ തകർന്ന് കയറുന്നു വെച്ചാൽ എനിക്ക് എന്താ പറ്റി, എനിക്ക് സംഭവിച്ചു എന്നല്ല തിരിച്ചങ്ങനെ. അപ്പം അങ്ങനത്തെ ആ ഒരു ബോണ്ടുണ്ട് ഇന്നും. എന്ത് സംശയം, ഞാൻ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത എന്ത് വിഷമം വന്നാൽ ഞാൻ ഉണ്ണിയുടെ അടുത്ത് പോയി, നമുക്ക് കുറച്ച് നേരം പുറത്ത് പോയിരിക്കാന്ന് പറയും. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഞങ്ങൾ തമ്മിലിപ്പോൾ എന്നും കാണാറില്ല, അല്ലെങ്കിൽ എന്നും കാണും, പരസ്പരം 2 ദിശകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്, കാണാറില്ല. പിന്നെ ഉണ്ണിയേട്ടന് കുറച്ച് പ്രായത്തിൻ്റെതായ പ്രായം എന്ന് സംഭവം 60 വയസ്സായിട്ടുള്ളൂ. പക്ഷെങ്കിലും ചെറുപ്പത്തിലെടുത്ത അധ്വാനത്തിൻ്റെ കൊണ്ട് കുറച്ച് ക്ഷീണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നേരത്തെ വീട്ടിൽ കയറും, അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ പോയിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ആൾക്ക് അത്രയും വലിയ തിരക്കുള്ള ആളാണെങ്കിലും ഉണ്ണിയേട്ടൻ നമുക്കൊന്ന് വെറുതെ പാലക്കാട് വരെ പോയാലോ എന്ന് ചോദിച്ചാൽ അന്ന് പോകാമെന്ന് പറയും. വെച്ചാൽ ഞാൻ അത്രയും പറ്റാതെ വരുന്നുണ്ടാവാന്ന്
പുള്ളിക്കറിയാം. എന്നെ മനസ്സിലാക്കാൻ അറിയുന്ന ഒരാളുണ്ടല്ലോ. ഉം. എനിക്ക് ചെറിയ ടെൻഷൻ വന്നാൽ ആൾ തന്നെ പറയാറ്. എന്നോട് ഇപ്പോഴും ആൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ല ജീവിത സാഹചര്യം സർവേശ്വരൻ്റെ അനുഗ്രഹത്താലും എൻ്റെ കഷ്ടപ്പാടാലും ഇപ്പം ഉണ്ട്. ഉം. എന്നാലും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു പിടിയാനേനെ എപ്പോഴും പറയും എനിക്കൊരു പിടിയാനേനെ വാങ്ങിച്ച് നമ്മുടെ തറിയിൽ നിർത്തണം എന്നുള്ള എൻ്റെ മോഹമാണെന്ന് പറയും. അപ്പോൾ എന്നോട് എപ്പോഴും പറഞ്ഞിട്ട് നല്ലൊരു പിടിയാനെ കിട്ടിയാൽ നോക്കിക്കോ നമുക്കെടുക്കാം. എനിക്ക് സ്വന്തമായിട്ട് തന്നെ വേണമെങ്കിൽ വാങ്ങാൻ പറ്റും. ഞാനിപ്പോൾ പറ്റും. ഞാനതിനെ മറന്നിട്ട് അല്ലെങ്കിൽ അതൊരു അഹങ്കാരം പറയല്ല. അത് കഴിഞ്ഞ ദിവസം കൂടി വന്ന് എന്നെ കാണാൻ വന്ന് എൻ്റെ മകളെ കാണാൻ വന്നിട്ട്, മകളുടെ പേര് ജാനകി എന്നാണ്. വെറുതെ കാണാൻ വന്ന്, വീട്ടിലേക്കൊന്നും കയറിയില്ല, പുറത്തൊന്നും ജാനകിനൊന്ന് കാണാൻ വന്നാന്ന് പറഞ്ഞു. ആ കഥയിലത്തെ ഒരാളെ നിങ്ങൾ അറിയണമല്ലോ. അപ്പോൾ വന്ന് കണ്ടു വന്നു. പിടിയാനെ നോക്കിക്കോട്ടെ, ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ മറന്നിട്ടില്ല ഏട്ടാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറയുന്ന ഒരാളെ എങ്ങനെ മറന്നിട്ട് ഞാൻ മുന്നോട്ട് പോകും? എന്നെ മാറ്റി നിർത്താത്ത ഒരാളെ മറന്നിട്ട് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? അത്രയുള്ള കാര്യം. നമുക്ക് ഞാൻ എൻ്റെ കൂടെ വന്ന ഒരാളും ഞാൻ മാറ്റി നിർത്തിയിട്ടില്ല. എൻ്റെ കൂടെ വന്ന എല്ലാവരും ഞാൻ എൻ്റെ ഒപ്പം സഞ്ചരിപ്പിക്കാനും എനിക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളിൽ നിന്ന് അവരേനൊക്കെ പങ്കിടാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എനിക്ക് ഉണ്ണിയേട്ടനാണ്. ഉണ്ണിയേട്ടൻ എനിക്കത് കാണിച്ചു തന്നിട്ടുണ്ട്. കൂട്ടത്തിൽ പറഞ്ഞ തിരുമേനയുടെ കാര്യം, നിങ്ങൾ അവർ മൂന്നൊരു പാർട്ട്ണർഷിപ്പ്, മൂവിയേട്ടൻ എല്ലാവരും ഉണ്ട്. ഈ ഒരു ചെറുപ്പ സമയത്ത് തന്നെ നമ്മളെക്കാളും മുതിർന്നവരുമായിട്ട് ഒരു ഗ്യാങ്, ഒരു സെറ്റപ്പ് കിട്ടിയ ആളാണ് ഉണ്ണിയേട്ടൻ. എൻ്റെ ജീവിതത്തിൽ ഇതിലും വലിയ ഭാഗ്യം എന്താ ഉള്ളൂ? പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ ഞാൻ അതുപോലെ കാണുന്നത്. എന്താ വെച്ചാൽ ഞാൻ നിറഞ്ഞു നിൽക്കണ എൻ്റെ മേഖലയിൽ അന്നത്തെ അധികായന്മാരുടെ കൂടെ, പ്രത്യേകിച്ച് ഗ്രാങ്ങാട്ട് തമ്പുരാൻ, അവരൊക്കെ കൂടെ ഞാൻ ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട്. എങ്ങോട്ട് പോകുമ്പോഴും കൂടെ കൊണ്ടുപോകും. തമ്പുരാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹപ്രകടനമുള്ള ആളല്ല, ഭയങ്കര സ്നേഹ, എന്നും വിളിക്കില്ല. തമ്പുരാൻ്റെ ഒക്കെ നമ്പർ ഞാൻ എഴുതിയിട്ടതും കാണാതെ പറയുന്ന ആളാണ്. 9446871140. മനസ്സിലായില്ലേ പറഞ്ഞത്? എന്നെ വിളിച്ചെന്നും വിശേഷം ചോദിക്കില്ല. പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ അറിഞ്ഞ സമയം എന്നെ വിളിച്ചു. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത്, സാമ്പത്തികമായി എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മടിക്കണ്ട, എന്നെ വിളിക്കാട്ടാന്ന് പറഞ്ഞു. എന്നെ വിളിച്ച് എന്നും തമ്പുരാൻ വിശേഷം ചോദിക്കാറില്ല. ഞാൻ തിരിച്ചെന്നും വിശേഷം ചോദിക്കാറില്ല. ചിലപ്പോൾ എന്നെ ചീത്തയും പറയാറുണ്ട്. ഞാൻ വരുത്തി വെക്കുന്ന ഓരോ പ്രശ്നങ്ങളാണ്. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി വരുത്തി വെച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഞാൻ നേരിട്ടുണ്ട്. അതൊക്കെ എന്നോട് ഒരു വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടാണ്. മറ്റുള്ളവർ നമ്മളെ ഉപയോഗിക്കുക എന്ന് മനസ്സിലായാൽ നമ്മളപ്പോൾ അതിന് ഒഴിഞ്ഞു പോകണമെന്ന് തമ്പുരാൻ എന്നോട് എപ്പോഴും പറയാറുണ്ട്. അപ്പം ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞ് മാറാതെ വന്നിട്ട് എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. എന്നോട് വിശേഷം പോലും പറയാറില്ല. ഒരു വിഷയം വന്നാൽ അപ്പോൾ വിളിക്കും. അപ്പം അങ്ങനെ വിളിക്കാൻ, അവരൊപ്പം സഞ്ചരിക്കാനൊക്കെ എനിക്ക് ഭാഗ്യം ഉണ്ടായിരുന്നു. അല്ലാണ്ട് ഭയങ്കര ഭാഗ്യം. തമ്പുരാൻ, ഉണ്ണിയേട്ടൻ, ഗിരിയേട്ടൻ, ഇവർ നല്ല അടുപ്പക്കാരെ. അപ്പോൾ ഇവർ എങ്ങോട്ട് പോകുമ്പോഴും പ്രായത്തിൻ്റെ ആ ഒരു അന്തരമില്ലാന്ന്, എനിക്ക് പോവാം, എൻ്റെ ഇഷ്ടമാണ്. ഞാൻ എവിടെയും പറയാം. എനിക്ക് വെച്ചാൽ ഭക്ഷണം കഴിക്കലൊക്കെ കുറച്ച് പ്രശ്നമുള്ള ആളാണ് ഞാൻ. എനിക്ക് ഈ ഹോമിലി ഫുഡിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അല്ലെങ്കിൽ തൃപ്തിയായില്ലെങ്കിൽ ഞാൻ കഴിക്കില്ല. അപ്പോൾ അവർ അത്രയും വലിയ ആൾക്കാരായിട്ട് ഞാൻ കാണുന്നത്. എന്നാലും എൻ്റെ ഇഷ്ടത്തിന് വളരെയേറെ പ്രാധാന്യമാണ്. ഉണ്ണിയേട്ടൻ എങ്ങനെ പറയാം, എവിടെയാണ് നിർത്തണ്ടേന്ന് വെച്ചാൽ പറഞ്ഞാൽ മതിയിട്ടാന്ന് പറയാം. അപ്പം ഞാൻ വിചാരിക്കും, എന്നെ അങ്ങനെ പരിഗണിക്കുമ്പോൾ പിന്നെ ഞാൻ ഇവരെ മറന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ഞാനത് മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടി, അല്ലാണ്ട് ഞാൻ കുറേ പണം വാങ്ങിച്ചിട്ടൊന്നുമില്ലാന്ന്. പക്ഷേ ആന എനിക്ക് തന്നിട്ടുണ്ടല്ലോ, അവർ തന്നിട്ടുണ്ടല്ലോ. അതിൻ്റെ സാമ്പത്തികമായ പല സംവിധാനങ്ങളും ഞങ്ങൾ പിന്നീട് ഉണ്ടായിട്ടില്ലെന്ന്. അപ്പോൾ അതൊക്കെ ഇന്ന് ആർക്ക് കിട്ടും? ഒരു അച്ഛൻ ഒരു മകന് സ്വത്ത് എഴുതി വെക്കാൻ ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിലാണ് നിങ്ങൾ ഇന്ന് കാണുന്ന വഴുവാടി ശ്രീകണ്ഠൻ ആനനെ എനിക്ക് തന്നത്. ഒരു പേപ്പർ അഗ്രിമെന്റ് പോലും ഒരു സംഭവമില്ല. നമ്മൾ അതൊക്കെ അങ്ങനെ വെറുതെ നമ്മളിതിൽ പറഞ്ഞ് കാണുന്ന, ഇത് അറിയുന്ന അവർക്ക് അറിയാലോ. അതൊക്കെ നമുക്ക് നമ്മൾ എന്ത് ഡെവലപ്മെന്റ് ഉണ്ടെങ്കിലും അത്. ഈ ഗ്രാങ്ങാട് തമ്പുരാനെ കുറിച്ച് പറയുമ്പം പ്രത്യേക, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു അനുഭവം എന്തെങ്കിലും ഉണ്ടോ? കാരണം ആള് അത്രയും ഒരു തമ്പുരാൻ സെറ്റപ്പിൽ ആനയെക്കുറിച്ച് അത്രയും അറിവുള്ള വ്യക്തിയാണ്. ആനകളുടെ കാര്യങ്ങളിലായാലും ശരി, അത്രയും ആനകളും ഉണ്ടായിരുന്ന വ്യക്തിയാണ്. തമ്പുരാനെ പറ്റി അറിയണമെങ്കിലേ ഇവിടെ 100-150 ആനകളെ കൊണ്ടുവന്ന പല ആൾക്കാരുണ്ടാവും. തമ്പുരാൻ കൊണ്ടുവന്ന ആനകളെ ഞാൻ ചുമ്മാതെ പറയാം, വെറുതെ വിരലിൽ പിടിച്ചു. തമ്പുരാന്റെ കൈകളിലൂടെ പോയ ആനകൾ: കീരങ്ങാട്ട് വിജയൻ, ചെറായി ബാലചന്ദ്രൻ, മാവേലിക്കര മധു എന്ന ആന, ബാസ്റ്റ്യൻ വിനയചന്ദ്രൻ, കുട്ടംകുളങ്ങര അർജുനൻ, തിരുവമ്പാടി കുട്ടിശങ്കരൻ, ഗുരുവായൂരിന് ശേഷാദ്രി, ഇപ്പൊ ചിറ്റിലപ്പള്ളി ശ്രീധരന്റെ വീട്ടിലെ ചിറക്കൽ പലപ്പനാവൻ. അത് വേറെ പല പാർട്ടികളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആനയാണ്, തമ്പുരാന്റെ കയ്യിലായിരുന്നു പിന്നീട്. ഇപ്പോഴത്തെ ബാസ്റ്റ്യൻ വിനയസുന്ദർ, അത് ബാലുശ്ശേരി ചെട്ടിയാരുടെ കയ്യിലുണ്ടായിരുന്ന ആന, പക്ഷെ തമ്പുരാന്റെ കയ്യിലായിരുന്നു. ക്ലിയർ. പാർമേക്കാവ് കാശിനാഥൻ, ഏകദേശം ഇങ്ങനെ ഒരു 75 ആനകളൊക്കെ ഉണ്ടായിരിക്കാം. തമ്പുരാന്റെ കയ്യിൽ വന്നിട്ടുള്ളൊക്കെ അത്രയും രസികന്മാരെ ആനകളാണ്. അപ്പൊ തമ്പുരാന്റെ ആ ഒരു നിരീക്ഷണം മനസ്സിലാക്കാൻ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാറുണ്ട്. പിന്നെ തമ്പുരാൻ ഈ കാലഘട്ടത്തിനൊപ്പം സഞ്ചരിക്കാൻ താല്പര്യക്കുറവ് എന്നാണ് അദ്ദേഹം ലാസ്റ്റത്തെ ആനയെന്ന്. ഇപ്പോഴത്തെ മച്ചാട് ഗോപാലൻ, പിന്നെ പാർമേക്കാവ് കാശി തന്നെ അറിയാമല്ലോ, അദ്ദേഹം ആണ് പാർമേക്കാവിലേക്ക് കൊടുത്തത്. അദ്ദേഹത്തിന് 2 മക്കളും ആനകളായിട്ട് വളരെ ബന്ധമുള്ളവരാണ്.
അത് തമ്പുരാനൊക്കെ വളരെ നിരീക്ഷണമുള്ള ആളാണ്. അതിൽ ആന നിരീക്ഷണം ഇല്ലാത്ത ഒരാളുടെ ഗിരീഷ് ചേട്ടൻ മാത്രമേ ഉള്ളൂ. അതായത് ആൾക്ക് അങ്ങനെ ആനബന്ധം ഉണ്ടായിരുന്നില്ല. ആൾ ആനയെ മേടിച്ചാലും പിന്നെ ഞാൻ തന്നെ സംരക്ഷിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ തുടക്കം നമുക്ക് ഫസ്റ്റ് സംരക്ഷിക്കാൻ കിട്ടിയ ആനയാണ് വഴിപാട് ചെയ്യേണ്ടത്. അല്ല, ഇതൊക്കെ 2013 കാര്യം പറഞ്ഞു. എന്റെ കയ്യിൽ ഓൾറെഡി ഞാൻ 2006 മുതൽ തന്നെ ആനയ്ക്ക് എഴുന്നേൽപ്പെടുക്കുന്നു. ഫസ്റ്റ് നമുക്ക് ഞാൻ എന്റെ കയ്യിൽ വന്നുപെട്ട ആന 2005-06 കാലഘട്ടത്തിൽ ഞാൻ പാറമേക്കാവ് അമ്പലത്തിലെ ആനകളൊക്കെ വെച്ച് കുറേശ്ശെ പരിപാടി എടുത്തു. ചെറിയ പയ്യനാട്ടിന്റെ എഴുന്നേൽപ്പുകളൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആലപ്പുഴയിലെ കൃഷ്ണപ്രസാദേട്ടനായിട്ട് ഞാൻ വളരെയേറെ ബന്ധമുണ്ടായി. നല്ല അടുപ്പുണ്ട്, ഇന്നും അടുപ്പുണ്ട്. അപ്പം അദ്ദേഹം യുവജന പാർട്ടിയുടെ, അതായത് AYF-ൻ്റെ ഒക്കെ സംസ്ഥാന പ്രസിഡന്റ് ചുമതലയിരിക്കുന്ന കാലമായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു 1.5 മാസക്കാലം അദ്ദേഹത്തിന് കയ്യിലുണ്ടായിരുന്ന കുളമാക്കിൽ കുട്ടിക്കൃഷ്ണൻ എന്ന ആന, ഇപ്പം മഹാലക്ഷ്മി കുട്ടിക്കൃഷ്ണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആനേനെ എൻ്റെ കയ്യിൽ കൊണ്ടുവന്നു. ഞാനൊരു സ്വതന്ത്രനായിട്ട് പരിപാടി എടുത്ത് കൊണ്ടുവയ്ക്കുന്ന ആന അതാണ്. സ്വതന്ത്രനായിട്ട് ആനബന്ധമുണ്ട്, ഇവിടെ ആനകൾ പിടിച്ചവർക്കൊക്കെ ചെയ്താലും എൻ്റെ അണ്ടറിൽ നിർത്തി എഴുതപ്പെടുന്ന ആന അതാണ്. വെറും 12 പരിപാടി അദ്ദേഹത്തിൻ്റെ യാത്രയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നു. ഞാനത് കമ്മീഷൻ പോലും എടുക്കാതെ ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ പൈസയും കൊണ്ടുകൊടുത്തു. ഫസ്റ്റ് നമ്മുടെ കിട്ടുന്ന അങ്ങനെ വന്ന ആന അതാണ്. ആ സമയത്ത് തന്നെയാണ് ഈ ആനയും വന്നത്, പനയ്ക്കൻ പൽപ്പനാവ് എന്ന് പറഞ്ഞ ആന. അത് ഞാൻ പറഞ്ഞല്ലോ, വാഴാനി ഡാമിൽ നിന്നിരുന്ന ഒരു ആന. ആ ആന നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പത്രത്തിൽ വാർത്ത കണ്ടിട്ട് ഒരാൾ വന്നിരുന്നു. ആനയും ആ സമയത്ത് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിലുണ്ട്. ഇതിൽ നിന്ന് ഞാൻ ആദായങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ ആ ആനയെ പ്രശാന്തേട്ടൻ വാങ്ങാൻ വന്നിട്ടാണ് പ്രശാന്തേട്ടൻ കൊണ്ടുപോയിട്ട് ഞാൻ പ്രശാന്തേട്ടൻ തമ്മിൽ ബന്ധം വന്നത്. ഞങ്ങൾ തമ്മിൽ ആ റിലേഷൻ വന്നത് അപ്പോഴാണ്. തെക്കനാട്ടിലുള്ള റിലേഷൻ വരുന്നത് കൃഷ്ണപ്രസാദേട്ടൻ അടുപ്പത്തിൻ്റെ പുറത്താണ്. അതൊക്കെ നമുക്ക് ഗുണം തന്നെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ നിർത്തി ഞാൻ അങ്ങനെ ആനയെ അദ്ദേഹം 10-ാം ഉദയത്തിന് ആനയെ ഇവിടുന്ന് മടക്കി കൊണ്ടുപോയി തിരിച്ചു വരുമ്പോഴാണ് ഈ മൊബൈൽ ഇറങ്ങി തുടങ്ങിയിട്ടുള്ള കാലഘട്ടത്തിൽ അന്ന് വാങ്ങിച്ചതാണ് ഈ മൊബൈലല്ല, ഈ നമ്പർ മൊബൈൽ ഞാൻ മാറ്റി അദ്ദേഹത്തിന്റെ പേരിലെടുത്ത കണക്ഷനാണ്. ഒരു മൊബൈൽ അദ്ദേഹം എടുത്തു, ഒരു മൊബൈൽ എനിക്കും തന്നു ആള്. അങ്ങനെ വന്ന ബന്ധമാണ്. ഞങ്ങൾ അന്നോട്ട് ഇന്ന് വരെ ബന്ധത്തിന് ദൈവം സഹായിച്ചൊരു കുഴപ്പമില്ല. പരസ്പരം ഞങ്ങൾ എല്ലാ ചർച്ചകളും ഞങ്ങൾ പരസ്പരം ചെയ്യും, എല്ലാം ചെയ്യും. പിന്നെ പ്രശാന്തേട്ടനായിട്ട് ഇങ്ങനെ ആ സമയത്ത് പോയ പോക്കിലാണ് ഒരുപാട് ആനകൾ കയ്യിലൂടെ വരാനും സംരക്ഷിക്കാനും ഭാഗ്യമുണ്ടായത്. അതിനുശേഷം പ്രശാന്തേട്ടനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ഇത്രയും ആനകളും. അല്ലാതെ പിന്നെ അതൊക്കെ പ്രശാന്തേട്ടനിലൂടെ ബന്ധപ്പെട്ടതാണ്. പ്രശാന്തേട്ടൻ ഇതെല്ലാം ഓരോ കാലഘട്ടത്തിൽ കടന്നു വരുന്ന കാര്യം. ഈ കാലഘട്ടമൊക്കെ ഉണ്ടെങ്കിലും കഥയിലെ താരം ഉണ്ണിയേട്ടനായിട്ട് ഞാൻ കണക്ഷൻ അന്ന് നിലനിർത്തി പോയി. അയ്യോ ഇപ്പൊ സംസാരിക്കുമ്പോൾ പോലും നേരത്തെ വിളിച്ച് സംസാരിച്ച ഉണ്ണിയേട്ടനാണ്. എന്ന് വരുന്നുണ്ടോ, ടൗണിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ച ഉണ്ണിയേട്ടനാണ്. കുറച്ച് നാളായി കണ്ടിട്ട്. അപ്പോൾ ഈ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് ആലപ്പുഴ ജില്ലയിൽ നിന്ന് 2 ടീച്ചേഴ്സും കുറച്ച് മക്കളും വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് സ്റ്റേ ചെയ്യാൻ സ്ഥലം കിട്ടിയില്ല. അപ്പോൾ അവരുടെ ഹസ്ബൻഡിന് എനിക്ക് പരിചയമുണ്ട്, വളരെ അടുപ്പുള്ള ഒരാളായിരുന്നു. അപ്പോൾ ആ കുട്ടികൾക്കൊന്ന് ഫ്രഷ് ആവാൻ ഒരു മാർഗ്ഗമില്ല, റൂമിനൊക്കെ വളരെയധികം പൈസ വരും എന്ന് പറഞ്ഞപ്പോൾ എനിക്കങ്ങനെ ഈ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാനൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ തപ്പിയപ്പോൾ ഉണ്ണിയേട്ടൻ്റെ ഫ്ലാറ്റ് ഉണ്ട്, പുതിയ ഫ്ലാറ്റാണ്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഉണ്ണിയേട്ടൻ ഒരു മടി കൂടെ പറയാതെ ആ കുട്ടികൾക്ക് കിടക്കാൻ വേണ്ടി 2 കട്ടിലും കിടക്കി വരെ അവിടെ കൊടുന്നിട്ടു. നിങ്ങൾ മനസ്സിലാക്കണം, ഒരുവിധ പരിചയം ഉണ്ണിയേട്ടനില്ല. എനിക്ക് പരിചയമുള്ള ഒരാൾക്ക് വേണ്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതൊരു ടീച്ചർ ശാരീരികമായിട്ട് കുറച്ച് വയ്യാത്ത സ്ത്രീയാണ് എന്നപ്പോൾ അങ്ങനെ ചെയ്തെന്ന ഒരാളാണ്. ഇപ്പം നിലവിൽ നമ്മൾ സംസാരിക്കും. അപ്പോൾ ഞാൻ ആ ടീച്ചറോട് ഞാൻ പറഞ്ഞു, ഒന്ന് ഉണ്ണിയേട്ടനെ കണ്ടൊന്ന് സന്തോഷമായിട്ട് സംസാരിച്ച് പോയി, നന്നായി എന്ന് പറയാൻ വേണ്ടി ഇപ്പോൾ വിളിച്ചത്. ഇപ്പോൾ നമ്മളെ വിളിച്ചത് ഉണ്ണിയേട്ടനാണ്. അപ്പോൾ കണക്ഷൻ കുറവില്ല. പ്രശാന്തേട്ടനിലൂടെയാണ് ഞങ്ങൾ പിന്നീട് കാണുന്ന ആനകൾ മുഴുവൻ നോക്കാനും പിടിക്കാനും നമ്മൾ നമ്മുടെ ആയിട്ട് പോകാനൊക്കെ നമുക്ക് സാധിച്ചത്. അതാണ് ഞാൻ ചോദിക്കാൻ പറ്റുന്നത്. അപ്പം ഗുരുജി പ്രശാന്തേട്ടനിലേക്ക് വരുന്ന കണക്ഷൻ എങ്ങനെയാണ്? കൃഷ്ണപ്രസാദേട്ടൻ വഴിയാണോ? അല്ലല്ല, പ്രശാന്തേട്ടനിലേക്ക് കണക്ഷൻ വന്നത് ആരും കണക്ഷനില്ല. പ്രശാന്തേട്ടൻ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പത്രവാർത്ത കണ്ടുവന്ന ആനേനെ അദ്ദേഹം ഈ പനയ്ക്കൻ പൽപ്പനാഭൻ എന്ന് പറഞ്ഞ ആന, പനയ്ക്കൻ മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ആനയായിരുന്നു. അദ്ദേഹത്തിന് നോക്കാൻ പറ്റാതെ അവിടുന്ന് ഒരു ആനപ്പാപ്പാൻ തൃശ്ശൂർ വടക്കാഞ്ചേരി സ്വദേശി പാർലേക്കാട് രാജൻ എന്ന് പറയുന്ന ആള് അഴിച്ചുകൊണ്ടുവന്ന് ഇവിടെ വടക്കാഞ്ചേരി കൊണ്ടുവന്ന് നിർത്തി. ചെലവാശോടെ വരെ കൊടുക്കാൻ മാർഗ്ഗമില്ലാണ്ട് അദ്ദേഹം ദേശാഭിമാനി പത്രത്തിന്റെ ഓഫീസിൽ വന്ന് അന്വേഷിച്ചു എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ വീട് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ അവിടെ തന്നെ തകർന്നു. എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഒരു വീട് എന്ന് പറയാവുന്ന ഒരു അന്തരീക്ഷം പോലും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അങ്ങനെ ഹോസ്പിറ്റലിലാണ്, അങ്ങനെ എനിക്ക് ശ്വാസതടസ്സം വന്നിട്ട് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹം വന്നു. ഈ പനയ്ക്കൻ മുഹമ്മദ് എന്ന് പറയുന്ന അദ്ദേഹം ഉണ്ടെങ്കിൽ അത് കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. വന്നിട്ട് എന്നോട് പറഞ്ഞു, 4 പെൺമക്കളാണ്, 2 ലോറി എന്നൊക്കെ പോയി ആന മൂലം എനിക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല, കൊച്ചിന് നോക്കാൻ. ആന വഴക്കാൾ നാശനഷ്ടനാക്കണ ആളല്ല. ഒരു ചില ഫംഗ്ഷന് വന്ന ചില ചേട്ടന്മാർ അലമ്പുണ്ടാക്കാന്ന് പറയും, അതേമാതിരിയാണ് നേരെ ഈ അമ്മാവൻ ചോറുണ്ടിക്കില്ല എന്ന് പറയില്ലേ, അതേപോലത്തെ പരിപാടി ഞാനുടെ കയ്യിൽ. അങ്ങനെ ഈ ആനേനെ എന്നെ ഏൽപ്പിച്ചാൽ അത് പോയി. അതേപോലെ എനിക്ക് ഇല്ലേലും കുഴപ്പമില്ലാന്ന് കൊണ്ടാ പോയി. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അങ്ങനെ ഞാൻ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രം. ഞാൻ ഭയങ്കര ബന്ധമായി. വാഴാനി ഡാമിൻ്റെ ഒരു സൈഡിൽ ഇറങ്ങി പോയിട്ടൊക്കെ ഞാൻ വിളിച്ചിട്ട് കയറി പോന്നു. ഡാം കാട്ടിലേക്ക് കഴിഞ്ഞ് ചങ്ങല കഴിഞ്ഞ് പോയിട്ട് എന്നോട് ഇറങ്ങി വന്നു പോകാനാ. എന്നോട് ഭയങ്കര ബന്ധമായിരുന്നു. അത് എൻ്റെ ഒരു സമയഗുണമായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ നിയോഗമായിരിക്കാം. തൃശ്ശൂർ കുന്നംകുളത്ത് പന്നിത്തടത്ത് മാത്തൂർ ശിവക്ഷേത്രം എന്ന് പറയും. അവിടെ
ശിവരാത്രിക്ക് ആനയെ ഏൽപ്പിച്ചിട്ട് ആന വരാതെ ഈ ആനയെ പകരം പോയത് പാപ്പാനോട് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിട്ട് മാറി നിന്നിട്ട് ഞാനാണ് ആനയെ എഴുന്നള്ളിച്ചത് അവിടെ. എഴുന്നള്ളിച്ചു. ആ പാപ്പാൻ്റെ പൈസയും ആനയുടെ പൈസയും അവർ തന്നെ വാങ്ങിച്ചോണ്ട് ഞാൻ കൈപ്പറ്റിയിട്ടില്ല. ഞാൻ ആ കാലത്ത് കുറേ എലിഫന്റ് സ്ക്വാഡിലൊക്കെ പോയിരുന്നു. ഞാൻ അതിലൊന്നും പൈസ വാങ്ങിയിട്ടില്ല. അപ്പം എന്താ വാങ്ങാതിരുന്ന പണത്തിന് ആവശ്യമില്ലാണ്ടല്ല, എൻ്റെ ആഗ്രഹത്തൊന്നും ആയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിരുന്നു. അങ്ങനെ ആ ആനയെ പ്രശാന്തായിട്ട് വാങ്ങിച്ചു കൊണ്ടുപോയിട്ടാണ് ഞങ്ങൾ തമ്മിൽ റിലേഷൻ വരുന്നത്. അപ്പോൾ ഈ രാജൻ എന്ന് പറഞ്ഞ ആനക്കാരൻ പറഞ്ഞു, ഞാനങ്ങനെ ഒരു പാവം അങ്ങനെ പയ്യനെ നോക്കിയിരുന്നതുകൊണ്ട് അങ്ങനെ പ്രശാന്തായിട്ട് വിളിച്ചു. അങ്ങനെ ഞങ്ങൾ വന്ന ബന്ധം അവിടെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഇന്നത്തെ വരെ എത്തി നിൽക്കുന്നത്. ഇവിടുന്ന് പിന്നീട് ഊട്ടോളി അനന്തനെയൊക്കെ അവിടുന്ന് വാങ്ങിക്കുന്നു. ഊട്ടോളി അനന്തനൊക്കെ അവിടെ നിന്നല്ല വാങ്ങിച്ചു, ഞങ്ങൾ പട്ടാമ്പി പ്രമോദനെ വാങ്ങിച്ചു കൊണ്ടുവന്നേ വിളപ്പായിക്കാം. പ്രശാന്തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയില്ല. അയ്യേ ഞങ്ങൾ തമ്മിൽ അങ്ങനെ നിന്നുവരെ ഒന്നും പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഞാനും പ്രശാന്തേട്ടനും തമ്മിൽ വാക്കുകളുടെ പ്രശ്നം പോലും വിഷമമുണ്ടായിട്ടില്ല. ആൾക്കാരിങ്ങനെ ഞങ്ങളെ ട്രോളാൻ വേണ്ടി ചോദിക്കും, ഈ ആന ചേട്ടൻ്റെ ആണോ പ്രശാന്ത് ഏട്ടൻ്റെ ആണോ എന്ന് ചോദിക്കും. ഞാൻ പറയാം എൻ്റെ ആണെന്ന് പറയും. നിനക്ക് അതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ പറയാവുന്ന ബന്ധമുള്ളതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയാണെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പൊക്കെ നമ്മളെ പലരും ഇങ്ങനെ കളിയാക്കാറുണ്ട്. ഒരു വിഷമാണ് നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ തള്ളി മറിക്കാണ് എന്നൊക്കെ പറയുന്നത്. ഇത് ഈ പ്രസ്ഥാനം ഡെവലപ്പായത് ഞാനും കൂടി തന്നെയാണ്. എന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് ഈ മേഖലയിലൊക്കെ. സ്വന്തമായിട്ട് ആനയായിട്ട് നിലനിർത്താൻ ചോപ്പീസ് ഗ്രൂപ്പിൻ്റെ ആൾക്കാരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനതൊന്നും എൻ്റെ ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊക്കെ അങ്ങനെ ആഗ്രഹം ഉണ്ടില്ല എന്ന് പറഞ്ഞ തോണിയല്ലേ. മക്കളൊക്കെ വലുതായി വരല്ലേ. നമുക്ക് കാണിച്ച് ഈ മേഖലയോട് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് സ്വന്തം അഡ്രസ്സിൽ ഒന്നറിയപ്പെടാൻ ഭാഗ്യം ഉണ്ടായെങ്കിൽ എന്നിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അത് ചെറിയ ദുഃഖം കൊണ്ടാണ് പറയണത്. എന്നുവെച്ചാൽ ഞാൻ എല്ലാം പറയാറ് നമ്മുടെയാണെന്ന് പറയാറ്. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഫീലിംഗ് ഉണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ ആത്മാർത്ഥമായ സമീപനമാണ് ഞാൻ എല്ലാവരും നടത്തിയിട്ടുള്ളത്. എനിക്കറിയാം, എനിക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആൾക്കാരുണ്ടായാൽ പോലും ഞാൻ അതൊന്നും എൻ്റെ ലാഭത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പം അത് എന്താ വെച്ചാൽ ആൾക്കാർ പറയുന്നതും ചെവി കൊള്ളണ്ടെന്ന് പറഞ്ഞാലും കുറേ നമ്മളെ പറയുമ്പോൾ നമുക്ക് മാനസികമായിട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള കാലമല്ലേ, ഫേസ്ബുക്കും ഇൻസ്റ്റയ്ക്കുള്ള കാലമല്ലേ. അപ്പോൾ നമ്മുടെ ഒരു ആന നമ്മുടെ കയ്യിലില്ലാതെ അപ്പോൾ ആയപ്പോൾ നമുക്ക് ബന്ധമില്ല. നമ്മൾ 10-15 കൊല്ലം 13 കൊല്ലമൊക്കെ അതിന് വേണ്ടി തന്നെ അർപ്പിച്ച് നമ്മൾ സംരക്ഷിച്ച് നമ്മൾ അതിനെ സക്സസ് ആക്കി മാറ്റി കഴിയുമ്പോൾ എത്ര ബന്ധമില്ല, നമുക്കത് ബന്ധമില്ല എന്ന് പറയുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരോട് നമ്മുടെയും കൂടിയാണെന്ന് പറഞ്ഞാൽ നമ്മളെ ബന്ധമില്ല എന്ന് പറയില്ലോ. അവിടെയാണ് ഉണ്ണിയേട്ടനിലേക്ക് വന്നത്. ഉണ്ണിയേട്ടൻ ഇപ്പോൾ പറയണം, ഉണ്ണിയേട്ടനോട് പറയണം, ഉണ്ണിയേട്ടൻ അതാണെന്ന് പറഞ്ഞാൽ ഉണ്ണിയേട്ടൻ പറയും, അയ്യോ അത് ജയറാം ആനയുടെ കാര്യമാണ്, അയ്യോ അത് മണിയേട്ടനും കൂടിയാ, മണിയേട്ടനോട് ചോദിച്ചോളൂ, അത് മണിയേട്ടനോട് തീരുമാനിക്കുക, അത് അല്ലെങ്കിൽ മണിയേട്ടൻ പറയും എന്ന് പറഞ്ഞാൽ നമ്മളെ കൗണ്ടർ അടിക്കാൻ നിൽക്കുന്നവന് പിന്നെ അവിടെ ഒരു കഥ ഉണ്ടാവില്ല. അപ്പോൾ അതങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ എല്ലാവരും ഒരുപോലെ ആവണം എന്ന് ആഗ്രഹിക്കുന്നത്. ഞാനും കുറച്ച് ജീവിതം പഠിച്ചു, കുറച്ച് ചെറിയ പ്രായം മാറേണ്ടി വന്നു മാത്രം അതൊക്കെ പഠിക്കാൻ. പിന്നെ നഷ്ടബോധം ഒട്ടുമില്ല എനിക്ക്. നഷ്ടബോധം വെച്ചാൽ ഞാൻ വളരെ വലിയ സാഹചര്യങ്ങൾ എനിക്ക് ഉണ്ടാക്കാമായിരുന്നു. പിന്നെ ഞാനത് എന്നെ സ്വയം ഞാൻ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യം, ഒന്നുമില്ലായ്മയിൽ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ സാഹചര്യമെങ്കിലും നമുക്ക് സർവേഷൻ തന്നില്ലേ. ഇതൊന്നും ഇല്ലാത്ത എത്രയോ ആൾക്കാരെ നമുക്ക് കാണാം. ഞാനിപ്പോൾ ചില റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഭാര്യ അങ്ങനെ നമ്മുടെ വീട് അങ്ങനെ ചെയ്യണം, റിനോവേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ ബസ് സ്റ്റോപ്പിലൊക്കെ ചില അമ്മയും മക്കളൊക്കെ കിടക്കണം, ഞാൻ പറയും കിടക്കണം കണ്ടില്ലേ. ആ ഒരു അവസ്ഥ നമുക്ക് സർവേശ്വരൻ്റെ ഭാഗത്ത് ഉണ്ടായില്ലല്ലോ. നമുക്ക് സ്വല്പം കൂടി നല്ല സാഹചര്യം ദൈവം തന്നില്ലേ. നമ്മളെല്ലാത്തിനോടും നന്ദി പറയണം. നമുക്ക് കിട്ടാത്തതിൽ മാത്രം നിരാശപ്പെട്ടാൽ ഇതൊന്നും ഇല്ലാത്തൊരു സമൂഹപ്പുറത്തുണ്ട്. നമുക്കത്ര ബുദ്ധിമുട്ടില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല.